അർജുന്റെ ലോറി ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരുന്ന നിരവധി കാര്യങ്ങൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ കൃത്യമായി ഒരു ലോഹഭാഗം എവിടെയാണ് ഈ അർജുന്റെ ലോറി ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം ഒരു ക്യാബിന്റെ രൂപത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് തീർച്ചയായും ഒരു കുടുംബത്തിന്റെ കാത്തിരിപ്പാണ് വിനു. അത്രയധികം കാലം അവർ കാത്തിരുന്നു, അത്രയധികം പേരോട് ഇവർക്ക് അത് അഭ്യർത്ഥന നടത്തേണ്ടി വന്നു. കാരണം ഇങ്ങനെയൊരു തെരച്ചിൽ നടത്തൂ, എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഒരു തെരച്ചിൽ നടത്തൂ എന്ന് പലതവണ അഭ്യർത്ഥിക്കേണ്ടി വന്നു. അതിനുശേഷം പക്ഷേ ജില്ലാ ഭരണകൂടം അടക്കമുള്ളവർ വളരെ പോസിറ്റീവായിട്ടാണ് ഒരു ഘട്ടത്തിന് ശേഷം ഈ ആവശ്യത്തോട് പ്രതികരിച്ചത് എന്ന് തന്നെ നമുക്ക് വേണം പറയാൻ. കാരണം അത്രയധികം വസ്തുക്കൾ അല്ലെങ്കിൽ അത്രയധികം ഉപകരണങ്ങൾ ഇവിടെ റഡാർ അടക്കമുള്ള പരിശോധനകളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ പരിശോധന നടത്തി. നാവികസേനയുടെ പരിശോധനയുണ്ടായിരുന്നു, ആർമിയുടെ ഫെറക്സ് ലൊക്കേറ്റർ 120 എന്ന് പറയുന്ന ഒരു അത്യന്താധുനിക റഡാർ ഉപകരണം ഉണ്ടായിരുന്നു. നാവികസേന നടത്തിയത് സോണാർ പരിശോധനയാണ്. റിട്ടയർഡ് മേജർ ഇന്ദ്രബാലൻ എന്ന് പറയുന്ന ഒരു സ്വകാര്യ വ്യക്തി, ഒരു സ്വകാര്യ കമ്പനിയുടെ ഭാഗമായി നടത്തിയ ഒരു ഡ്രോൺ പരിശോധനയുണ്ടായിരുന്നു. അങ്ങനെ കുടുംബം ആവശ്യപ്പെട്ട എല്ലാ തരം പരിശോധനകളും ഇവിടെ നടത്തിയിരുന്നു. അങ്ങനെ നടത്തിയ ശേഷമാണ് ഇപ്പോൾ നിലവിൽ ഈ ക്യാബിന്റെ ഒരു ഭാഗം പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബത്തിന്റെ കാത്തിരിപ്പ്